അത് കണ്ടോ? നമുക്ക് അങ്ങോട്ട് പോകാം. ഒന്ന് എഴുന്നേറ്റെ, അങ്ങോട്ട് നോക്ക്. ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മ വന്നിരിക്കുന്നു. ആരും ഉപദ്രവിക്കരുത്. ഇവരാണ് എല്ലാത്തിനും കാരണം. ഇവരെ കൊല്ലണം. എങ്കിൽ ആദ്യം എന്നെ കൊല്ലേ. ഞാനാണ് മഹി ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. മഹി ഇനി നമ്മുടെ ആളാണ്. മഹി ഇന്നിവിടെ വന്നത് എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാവുന്ന ഒരു രാഷ്ട്രീയ രഹസ്യമാണ്. ദയവ് ചെയ്ത് ആരും ഇത് പുറത്തു പറയരുത്. വരും. മഹി, ഞാൻ ആദ്യം പോവാം. മഹി പറയാൻ വന്നാൽ മതി. സൂക്ഷിക്കണം. വണ്ടി നിർത്തു. അനങ്ങി പോകരുത്. ഞങ്ങൾ കഞ്ചാവ് വീട്ടേക്ക് പോകുന്ന വഴിയാ. സാറങ്ങനോട് എത്തി. ഹാൻഡ്സ് അപ്പ്. സാർ, എല്ലാം പിടികിട്ടാ പുള്ളികളാ. എല്ലാത്തിനും വണ്ടി കയറ്റ. നിൽക്കൂ. നിങ്ങൾ പോയിക്കോളൂ. സാർ, ഇവർ ഒന്നും പറയണ്ട. പോകാനാ പറഞ്ഞത്. നിങ്ങൾ എന്താണായി കാണിച്ചത്? മഹി, എന്താ ഇത്? ഇല്ല, എനിക്കൊന്നുമില്ല. മഹി, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, അവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടും. പോകാൻ. എങ്ങനെയുണ്ട്? ഏയ് സാരമില്ല. ലക്ഷ്മി എങ്ങനെ അറിഞ്ഞു? ജയം വിളിച്ചു പറഞ്ഞു. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നല്ലേ പറയുന്നത്? ഇന്നലെ ലക്ഷ്മിക്ക് തന്നത് മുതലും പലിശയും ചേർത്ത് തിരിച്ചു കിട്ടി. ലക്ഷ്മി പോയിക്കോളൂ. വേണ്ട, ഞാനിനി പോകുന്നില്ല. ഗസ്റ്റ് റൂമിൽ കിടന്നോളാം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏയ്, ഇത് കണക്ട് ചെയ്യണോ? ഞാൻ ഇത്രയും കാലം നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് വെറുതെ ആയെന്നാണ് തോന്നുന്നത്.
ഒരു മന്ത്രിയെ കല്ലെറിഞ്ഞു വന്നാൽ ഈ വ്യവസ്ഥിതി മാറുമോ? കിടപ്പാടം പോയവന് പട്ടയം കിട്ടുമോ? വെടികൊണ്ട് മരിച്ചവർ തിരിച്ചു വരുമോ? സ്ത്രീകളുടെ പോയ മാനം തിരിച്ചു കിട്ടുമോ? കിട്ടുമോന്ന് എങ്കിലറിഞ്ഞോ? കൊന്നോ? ഞാനും വരാം. ജയ ഒരുമാതിരി മുട്ടാപ്പൊക്കെ പറയാം. ഞങ്ങൾക്കറിയാം നിങ്ങൾ പഴയ ഫ്രണ്ട്സാണ്. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് അവസാനം ഇവിടെ വന്നൊന്ന് കരഞ്ഞു. നിങ്ങൾ അങ്ങ് ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ ആരാ? യേശു ക്രിസ്തു. ജയ, നിങ്ങളുടെ അറിവ് എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മഹിയും ജയനും പഴയ സുഹൃത്തുക്കളാണ്. ആ പേഴ്സണൽ റിലേഷൻസും പൊളിറ്റിക്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എനിക്കുള്ള റിലേഷൻസ് അവനും ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെട്ടത്. സ്വയം രക്ഷപ്പെട്ടതല്ലല്ലോ, അവൻ രക്ഷിച്ചതല്ലേ. ഓ, ഇനിയിപ്പോ അവന്റെ കാരണത്തിലാ നമ്മുടെയൊക്കെ ജീവിതം. കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയായി. ജയ, ഇന്നല്ലെങ്കിൽ നാളെ ഈ തെറ്റിന് നമ്മളൊക്കെ ശിക്ഷ അനുഭവിക്കും. ഉറപ്പ്, ഉറപ്പാണ്. വാടാ. ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം. എന്നെ എറിഞ്ഞത് അവരല്ല, അത് മറ്റാരോ ആണ്. ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതുമല്ല. ഇല്ല സർ, സാറിന് തെറ്റുപറ്റിയതാണ്. അത് ജയൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. സുകുമാരക്കുറിപ്പാണെന്ന് കരുതി താൻ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4. കേട്ടോ, കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം. അത് മുഖത്ത് നോക്കി സംസാരിക്കണോ? ജയനെത്താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ജയനെ പോലൊരാൾ. ജയനെ പോലെ ഒരാളെ അല്ല, ജയനെത്താൻ കണ്ടോ? ഇല്ല സർ, ഇല്ല. ഇല്ല. ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാട് വിളക്കി വന്നിരിക്കുന്നത്. അധികം സ്മാർട്ട് ആകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോവും. മനസ്സിലായോ? ശരി സർ. തപ്പയ്ക്കോ. നിങ്ങളല്ലാതെ വല്ലവരും ഇയാളൊക്കെ പറയുന്നതായിട്ട് വിശ്വസിക്കൂ? സാർ, നിങ്ങൾക്ക് ഇതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത്. ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുമോ സാർ? എന്തായാലും ഇത് മഹാബോറായി പോയി. വെറും ഒരു SIയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടിച്ചോദിക്കുക. ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി. ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. ഇവരെ ഒതുക്കേണ്ട സമയമായി. നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു.